പായസ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കാൻ പോണ പൈനാപ്പിൾ പായസം. അപ്പോൾ പൈനാപ്പിൾ പായസത്തേക്ക് വേണ്ടത് നമ്മൾ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുണ്ടല്ലേ. പൈനാപ്പിൾ പിന്നെ ഇത് മൂന്നാം പാലല്ലേ, പിന്നെ മൂന്നാം പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് രണ്ടാം പാലാണല്ലേ, ഇത് രണ്ടാം പാലല്ലേ, രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒന്നാം പാൽ വേണം, ഇതാ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് അധികം തന്നെ ശർക്കര നീര് ഒഴിച്ചിട്ട് അല്ല, ശർക്കര നീര് ഉരുക്കിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര ഉരുക്കിയത് എന്താണെന്ന് വെച്ചാൽ പൈനാപ്പിൾ പുളിയുള്ളതാണ്, അപ്പം മധുരം വേണം, ഫ്രൂട്ട് പോലെയല്ല അല്ല. പിന്നെ നമ്മൾ കുറച്ച് ഇത് ഏലക്കപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വറുത്തിടാനായിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. ആരെ എന്താ ചെയ്യണ്ടേ? ആദ്യം നല്ല വേവുണ്ട്, അപ്പൊ നമുക്ക് കുക്കറിൽ 4-5 വിസിലടിക്കണം. അപ്പൊ നമ്മള് അരക്കണം. പിന്നെ വേറെ ഫ്രൂട്ട്സും ചേർക്കണം. ഇത് പുളിയുള്ള ഫ്രൂട്ട്സാണ്, പുളിയുള്ള ഫ്രൂട്ട്സ് തന്നെ വേണല്ലേ. പിന്നെ അപ്പൊ നമുക്ക് അസിഡിറ്റി അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. നമ്മള് പുളിയുള്ളത് കഴിക്കുമ്പോൾ പുളിയുള്ളത് മാത്രം കഴിക്കണം. അപ്പൊ നമ്മള് മൂന്നാം പാലിലാണ് പൈനാപ്പിൾ വേവിക്കാൻ പോണത് കേട്ടാ. കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ടുള്ള ഇവിടെ പായസം ആർക്കും ഇഷ്ടമില്ല വെച്ചാൽ മധുരം ഇഷ്ടമില്ലാണ്ട് കേട്ടോ. ഇതാ അപ്പൊ നമുക്ക് വേവിച്ചിട്ട് കാണാല്ലേ. വേവിച്ചിട്ട് അരച്ചു. പേസ്റ്റ് പോലെ അരിഞ്ഞിട്ടുണ്ട്, വേറെ ഇങ്ങനെ കടിക്കാനൊന്നുമില്ല, നല്ലത് അരിഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? നമ്മളെ ശർക്കര നീരില്ലേ, അത് വീട്ടിൽ കുറച്ചേരം വഴറ്റും. അപ്പൊ നമുക്ക് ശർക്കര നീര് ഒഴിച്ചാലോ? ഇത് മൊത്തം ഒഴിക്കണ്ടല്ലേ? ഇല്ലില്ല, കുറച്ച് ഒഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ഒഴിക്കുള്ളൂ. നമ്മൾ കുറച്ച് പകുതി ഒഴിച്ചിട്ടില്ല, പകുതിയുടെ ലേശം കുറവില് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കേട്ടാ. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് കുറുകണം അല്ലേ. പിന്നെ ഇതിൽ വെള്ളം കൂടുതൽ അങ്ങനെ കുറുകിയില്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടാൽ മതി. അപ്പൊ അതിനാണ് അരിപ്പൊടി വേണമെന്ന് പറഞ്ഞല്ലേ. അരിപ്പൊടി ഇട്ടാൽ മതി. പൈനാപ്പിള് നന്നായി കുറുകി വന്നിട്ട്, അതായത് ശർക്കര പാനി ഒഴിച്ചിട്ടുള്ള പൈനാപ്പിളിന്റെ നീര്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമ്മൾ 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് രണ്ടാം പാൽ ഒഴിക്കുന്നുണ്ട്. കട്ടാണ്ട് ഇളക്കിയിട്ട് അതിൽ ഒഴിക്കും. ഇത് നമ്മൾ എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ കട്ടി കിട്ടാനാണ്. പിന്നെ കുറച്ച് പുളിയുള്ള ഇതല്ലേ, പൈനാപ്പിൾ പുളിയുള്ള പഴമാണ്, അപ്പൊ അതിന് കുറച്ച് മുന്തിരിയുണ്ട്. നമ്മള് പുളിയുള്ള ഫ്രൂട്ട്സ് ആകുമ്പോൾ പുളിയുള്ള ഫ്രൂട്ട്സ് തന്നെ വേണം കൂടെ ചേർക്കാൻ. അപ്പൊ നമ്മള് കുറച്ച് പിന്നെ ഇതില് ഈ ചവ്വരി എന്ന് പറയില്ലേ, വെളുത്തിട്ടുള്ളത്, അത് ഇടുക. നമ്മളതില് രണ്ടാം ഒഴിച്ചിട്ട് ഉള്ള രണ്ടാം ഒഴിച്ചിട്ടുള്ളത് കലക്കിയിട്ട് നമ്മൾ ഒഴിക്കാൻ പോവാട്ടാ. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ കട്ട കിട്ടുക, എല്ലാവർക്കും അറിയാം. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടയാവും. അപ്പൊ നമ്മൾ നന്നായി രണ്ടാം പാലിൽ മിക്സ് ചെയ്ത് അരിപ്പൊടി ചേർത്തിട്ടുള്ളത് ഒഴിച്ചപ്പോൾ കട്ടയായിട്ടാ. ഇനി നമ്മള് രണ്ടാം പാൽ ഒഴിച്ചുട്ടാ. നമ്മൾ കട്ടയാക്കാനായിട്ട് അരിപ്പൊടിയിൽ കുറച്ച് രണ്ടാം പാൽ ഒഴിച്ചിട്ട് അത് മിക്സാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കട്ടയാവും. അപ്പം അതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഇപ്പോൾ ഒഴിച്ചു. നമ്മളത് ഒഴിച്ച് അരിപ്പൊടി ഒഴിച്ച് കഴിഞ്ഞാൽ അത് തിളക്കണട്ടോ, അത് വേറെ വേണ്ട അരിപ്പൊടി. ഇനിയിപ്പോൾ രണ്ടാം പാല് ഒഴിച്ചു. ഇനി തിളച്ച് കഴിഞ്ഞാൽ ഒന്നാം പാൽ ഒഴിക്കും. മധുരം നോക്കിയപ്പോൾ മധുരം ഉണ്ട്. ഒഴിച്ചു. നന്നായി കുറുകി വന്നിട്ടുണ്ട് അല്ലേ. കുറുകി വന്നിട്ടുണ്ട്, പായസത്തിന്റെ കട്ടിയുണ്ട്. പിന്നെ മുന്തിരിയൊക്കെ വെന്തു. ഇനി നമ്മള് ഒന്നാം പാൽ ശർക്കര ഒരു ഗ്ലാസ് അരച്ചിട്ടുണ്ടായിരുന്നു, പകുതി ശർക്കര ഇരുത്തിട്ടുള്ളോ. ഇനി നമ്മള് ഒന്നാം പാൽ ഒഴിക്കുകയാണ്. പിന്നെ ഏലക്കായ പൊടി ഇട്ടിട്ട് ഒന്നാം പാൽ ഒഴിക്കാം. നമ്മളെ ഏലക്കായ പൊടി ഒന്നാം പാലിലാണ് ഇടണം കേട്ടാ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിക്കാം. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ കുറച്ച് കൂടുതലോ അല്ലേ. ഗ്യാസ് ഓഫ് ആക്കി, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വെക്കണം. പായസം ഉണ്ടാക്കി വെച്ചു. ഞാൻ ഈ ജോലിക്കായി ഓണായിട്ട് ഭയങ്കര അവിടെ വരാൻ വൈകി. ഇപ്പോൾ വന്നല്ലോ, ഷർട്ട് ഊരിട്ടല്ലില്ല. അപ്പോൾ എനിക്ക് പായസം, അതും പൈനാപ്പിൾ എനിക്ക് ഇഷ്ടമുള്ള പായസം. കാരണം ചെറിയൊരു പുളി ഉണ്ടാവും, ഇതിൽ മധുരമാകുമ്പോൾ ഞാൻ ടേസ്റ്റ് തോട്ടെ. മധുരല്ലേ? അതും ഇത് വേണ്ടി
മറ്റു എനിക്ക് വേണ്ട, എനിക്ക് മധുരം ഇഷ്ടമില്ല. എനിക്ക് വേണ്ടതാ. കഴിക്കി അത് മതി. അടിപൊളി കേട്ടാ. അപ്പൊ അടുത്ത ദിവസം വീണ്ടും ഒരു പായസമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.